ഇരട്ടച്ചങ്കൊന്നും ഇല്ലാതാവും. മനസ്സിലായില്ല. കോംപ്രമൈസാണ്, അവിഹിതമായ ബാന്ധവമാണ് ബി ജെ പിയുമായിട്ട്. ഞങ്ങളെ ഒന്നും ബാധിക്കില്ല. ഞങ്ങൾ ഈ പ്രാവശ്യം അതിനെയെല്ലാം മറികടന്ന് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനം അതിശക്തമായി ആഗ്രഹിക്കുന്നു ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്ന്. എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങ് ഇക്കാര്യത്തിൽ അസംബന്ധം പറയുകയാണ്. നുണ പറഞ്ഞുകൊണ്ട് ലോക റെക്കോർഡിലേക്ക് അങ്ങ് കടക്കുകയാണ്. അല്ലല്ല നുണ ഞാൻ പറഞ്ഞുവെന്ന് ഗോവിന്ദൻ പറയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂരുണ്ടായ സംഭവത്തിൽ വീണ ജോർജിൻ്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് കേസുകാരി തിരിച്ചു, കൈ പിടിച്ച് വളച്ചൊടിച്ചു എന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് നോക്കി പച്ചക്കള്ളം വിളിച്ച് പറഞ്ഞ ആളാണ് എം വി ഗോവിന്ദൻ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ നുണയന്മാരുള്ള ഒരാളാണ്. അല്ലെന്ന് നിങ്ങൾ കേട്ടില്ലേ? ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് കേസുകാരി ഞെരിച്ച് അവിടെ ഒരു പുറയിലേക്കാണ് അവരുടെ പെടലി തിരിഞ്ഞിരിക്കുന്നത്. കൈ പിടിച്ച് ഒടിച്ചു എന്ന് നിങ്ങളോടല്ലേ വന്ന് പറഞ്ഞത്? ഇതിനേക്കാളും വലിയ കള്ള കേരളത്തിലെ അടുത്ത കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറഞ്ഞിട്ടുണ്ടോ? അതല്ല അതൊക്കെ പറഞ്ഞോട്ടെ, അതൊക്കെ പറയും. ഇതിനാണ് നോബൽ സമ്മാനത്തിന് അയക്കേണ്ടത്. ഈ സാധനമാണ് നോബൽ സമ്മാനത്തിന് അയക്കേണ്ടത്. ഈ പ്രൈസ്, ഈ കഴുത്ത് പിടിച്ച് ധരിച്ച സാധനം അദ്ദേഹത്തിന് കിട്ടുള്ളൂ, വേറെ ആർക്കും കിട്ടില്ല. അത് ഉറപ്പാണ്. മുഖ്യമന്ത്രി എല്ലാ ചാനലുകൾക്കും ഓടി നടന്ന് ഇത് കൊടുക്കുകയാണ്. അദ്ദേഹം നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. ഇപ്പോൾ ജി സുധാകരനെ, എത്ര സീനിയറായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, എത്ര വർഷം അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ചെറ്റത്തരമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം സ്വയം തരം താണു. അദ്ദേഹം പറയാൻ പാടില്ല, ഞാനും പറയാൻ പാടില്ല, അതുപോലത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ആരും പറയാൻ പാടില്ല. പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ കുറേ കൂടി സംസാരിക്കണം, കുറേ കൂടി മാന്യതയോടുകൂടി സംസാരിക്കണം. എത്ര പേര് രാഷ്ട്രീയം വിട്ടുപോയിട്ടുണ്ട്? മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എത്ര MLA-മാർ BJP പോയിട്ടുണ്ട്. പല പാർട്ടികളിൽ നിന്നും ആളുകൾ വേറെ അഭിപ്രായ വ്യത്യാസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെക്കുറിച്ചൊക്കെ ഇതുപോലത്തെ മോശമായ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ഒട്ടും പാടില്ല. അത് കേരളം നോക്കുകയാണ്, ചെറുപ്പക്കാരൊക്കെ കാണുവാണ്. ഇങ്ങനത്തെ വാക്കുകളാണോ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ഓർത്ത് രാഷ്ട്രീയ നേതാക്കളോട് ഈ കുട്ടികൾക്കൊക്കെ പുച്ഛം തോന്നും. ഞങ്ങൾക്കൊരു ആശങ്കയില്ല. ഞങ്ങൾക്ക് അത് മറികടക്കാനുള്ള എല്ലാ തന്ത്രവും ഞങ്ങളുടെ കയ്യിലുണ്ട്. വി ഗോപാലകൃഷ്ണൻ വോട്ട് പിടിക്കുന്നത് ഗുരുവായൂരിൽ ഹിന്ദു MLA-മാർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് ഞാൻ ചോദിക്കട്ടെ, അതിൽ പൊന്നാനി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആസ്ഥാനമാണ് അല്ലേ? ഒരു മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനമാണ്. അവിടെ ഹിന്ദു MLA-മാരാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും. ഗുരുവായൂരിൽ മുസ്ലിം MLA-മാരുണ്ടായിട്ടുണ്ട്, പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ചില സവിശേഷതകളാണ്, ചില പ്രത്യേകതകളാണ്, സവിശേഷതകളാണ്. പിന്നെ BJP-ക്കാർ ഇത് പറയണതിൽ വല്ല അത്ഭുതം ഉണ്ടാവും. ജാതി പറഞ്ഞ് മതം പറഞ്ഞ് അവർ വോട്ട് പിടിക്കുന്നത്, അവരെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ എന്താ ഇത്ര അത്ഭുതം? അത് ഇലക്ഷൻ കമ്മീഷനാണ് നടപടിയെടുക്കേണ്ടത്. ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. ആ കപ്പ് അവളോടൊപ്പമാണ് എന്ന് അടിക്കുറിപ്പോട് കൂടിയിട്ടുള്ള ഒരു കപ്പായിരുന്നു അല്ലേ? അന്ന് ആ കപ്പിൽ ചായയാണോ കാപ്പിയാണോ വെള്ളമാണോന്ന് എനിക്കറിയില്ല, കുടിച്ചു എന്തോ. കുടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എല്ലാ മാധ്യമ ഓഫീസിലേക്കും വിളിച്ചല്ലോ, അതൊന്ന് പ്രത്യേകമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്കറിയാം മുഖ്യമന്ത്രിൻ്റെ PR അന്ന് അതിന് ശേഷം ഇതൊരു മനോഹരമായ വാക്കാണ്, അവളോടൊപ്പം എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ആ വാക്ക്. മനോഹരമായ വാക്കാണ് ആ കപ്പ്. എനിക്കും ഇഷ്ടം തോന്നി മുഖ്യമന്ത്രി അതുമായിട്ട് നിൽക്കുന്നുണ്ടപ്പോൾ. പക്ഷെ ഇപ്പം മുഖ്യമന്ത്രി അവളോടൊപ്പമല്ല അവനോടൊപ്പമാണ് എന്ന് തെളിയിച്ച്. അപ്പോൾ പുള്ളി പറയാം കപ്പ് വീട്ടിൽ നിന്ന് കൊടുത്താണ്, മനഃപൂർവ്വം ചെയ്തതല്ല, കപ്പ് അറിയാതെ പിടിച്ചു പോയതാണ്, ആ കപ്പിൻ്റെ കൂടെ അല്ല എന്നാണ് പറയുന്നത്. കപ്പിൻ്റെ കൂടെ അല്ല, ഇപ്പം അവളോടൊപ്പമല്ല അവനോടൊപ്പമാണ്. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ, KB ഗണേഷ് കുമാറിൻ്റെ വിഷയം. ഇപ്പം അദ്ദേഹം പറഞ്ഞു അത് വെറും ഒരു കുടുംബ പ്രശ്നം. ഇതിനേക്കാൾ താഴെയുള്ള ഇത്രയും ഗൗരവമല്ലാത്തൊരു കുടുംബ പ്രശ്നം 2013 അപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ പറഞ്ഞു ഈ കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ അതിനേക്കാൾ ഗൗരവതരമായൊരു കുടുംബ പ്രശ്നമൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാമല്ല, വേറെ ആളുകളുടെ കുടുംബമുണ്ട് അതിൻ്റെ അകത്ത്. ഒരു കുടുംബ പ്രശ്നം പറഞ്ഞപ്പോൾ അത് കുടുംബ പ്രശ്നമൊന്നും. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഇരട്ടത്താപ്പ്. പണ്ട് പറഞ്ഞിരിക്കുന്നത് വിഴുങ്ങുക എന്ന് പറയുന്നതാണ്. 2013 സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കും ഇല്ലേ? ശരിയല്ലേ? ശരിയാണോ? ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ഇപ്പോൾ അതിനേക്കാൾ ഗൗരവമുള്ള കുറ്റകൃത്യം ചെയ്തപ്പോൾ പറയാണ് കുടുംബ പ്രശ്നമാണ്. മനസ്സിലായി? ഇവരൊക്കെ എന്തും പറയും, ഇതൊക്കെ തിരിച്ചു വരും. കാലം മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും.
അതാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി അപമാനിക്കാൻ ഈ കഥകളൊക്കെ ഉണ്ടാക്കിയതാണെന്ന്. ഇപ്പം കാലം കറങ്ങി തിരിഞ്ഞു വന്ന്, കാലചക്രം ഉണ്ടല്ലോ, ചക്രമുള്ള കറങ്ങി തിരിഞ്ഞു വന്ന് ഇവരുടെയൊക്കെ മുഖത്ത് നോക്കി കണക്കി വയ്ക്കും. ബാക്കി തെരഞ്ഞെടുപ്പിൽ ജനവും ചോദിക്കും.